ഔസു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം സ്ത്രീയും സമൂഹവും എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പർദ എന്ന വിഷയം ആസ്പദമാക്കി ഒരു ലഘു ചർച്ചയാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിനായി എന്നോടൊപ്പം ചേരുന്നത് നൂരിയ യൂസുഫ് സാഹിബയും നാഫിയ റൂബി സാഹിബയുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭക്ഷണം, പാർപ്പിടം, വായു എന്നിവ പോലെ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് വസ്ത്രം. കാലാവസ്ഥയിൽ നിന്നുള്ള ഒരു സംരക്ഷണ കവചവും നഗ്നത മറയ്ക്കുന്നതിൻ്റെ ഒരു ഉപാധിയുമായി നാം വസ്ത്രത്തെ ഉപയോഗിച്ച് വരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു പ്രാഥമിക ആവശ്യം എന്നുള്ളതിനേക്കാളുപരി വസ്ത്രധാരണം ഒരു സാംസ്കാരിക സൂചിക കൂടിയാണ്. സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് അനുസൃതമായി വസ്ത്രധാരണ രീതിയിലും ആ വൈവിധ്യം കാണപ്പെടുന്നു. വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ വസ്ത്രധാരണ രീതി നമുക്ക് കാണാം. അതിനവിടുത്തെ സംസ്കാരത്തിൻ്റെയും അവരാചരിക്കുന്ന മതത്തിൻ്റെ പ്രഭാവവും കാണാൻ സാധിക്കും. എന്നാൽ ഇവയിലെല്ലാം വസ്ത്രധാരണ രീതിയെ ഒരു നിയമമായി കൊണ്ടുവന്ന ഒരേ ഒരു മതം ഇസ്ലാമാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി പൊതുവെ ചർച്ചാ വിഷയമാണെങ്കിലും മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റിയുള്ള ചർച്ചകൾക്ക് എന്നും കാലിക പ്രസക്തിയുണ്ട്. അതായത് അപരിഷ്കൃത സമൂഹമാണ് മുഴുവൻ മറയുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നതെന്നും അല്പവസ്ത്രം ധരിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിലെ സ്ത്രീകളുടെ അടയാളമാണെന്നുള്ളൊരു പൊതുചിന്ത 80% ആളുകളിലെങ്കിലും വളർത്തിയെടുക്കാൻ ഇന്നത്തെ മാധ്യമ ലോകങ്ങൾക്ക് മറ്റും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അഥവാ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെപ്പറ്റി ആഴത്തിൽ അറിയുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്. നൂരിയ സാഹിബ, ഇസ്ലാമിക വീക്ഷണത്തിൽ നിന്നുള്ള വസ്ത്രസങ്കല്പം എന്താണെന്ന് പ്രേക്ഷകർക്ക് വ്യക്തമാക്കി കൊടുക്കാമോ? വളരെ പുരാതന കാലഘട്ടം മുതൽ തന്നെ മനുഷ്യൻ വസ്ത്രം ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറ അറാഫിലെ 27-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആത്തിക്കും വരീഷൻ എന്ന് തുടങ്ങുന്ന ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. അതായത്, ആദം സന്തതികളെ, നിശ്ചയമായും നാം നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്നത മറയ്ക്കുന്നതിനും വേഷഭൂഷണങ്ങൾക്കായും വസ്ത്രത്തെ ഇറക്കി തന്നിരിക്കുന്നു. എന്നാൽ സൂക്ഷ്മതയാകുന്ന വസ്ത്രമാണ് ഉത്തമം. അള്ളാഹു ഇവിടെ അൻസൽന എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത്, ഞാൻ നിങ്ങൾക്ക് വസ്ത്രത്തെ ഇറക്കി തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം ഈ നസല എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നുവോ അതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവിനെ കുറിക്കുമ്പോഴാണ് ഈ നസല എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ വിശുദ്ധ ഖുർആനിൽ വസ്ത്രത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു വാക്കിൽ നിന്നും ഈ ഒരു ആയത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇസ്ലാമിൽ വസ്ത്രത്തിന് എത്രത്തോളം ഊന്നൽ നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അതുപോലെ തന്നെ സ്വഹാബാക്കളുടെ ചര്യകളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നതാണ്. അതായത്, നമസ്കരിക്കുമ്പോൾ നാം ഏത് രീതിയിലുള്ള വസ്ത്രധാരണമാണ് ശീലിക്കേണ്ടത്, സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി എങ്ങനെ, പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതി, ഇവയെല്ലാം വളരെ വ്യക്തമായി തന്നെ സുന്നത്തുകളിലും ഹദീസുകളിലുമൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഇതെല്ലാം ബാഹ്യമായ വസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ തെക്കുവയാകുന്ന വസ്ത്രത്തിനാണ് ഏറ്റവും പ്രാധാന്യം. അതായത് സൂക്ഷ്മതയാകുന്ന വസ്ത്രം എന്നുള്ളത് എങ്ങനെ ഏതൊക്കെ തരത്തിൽ മനുഷ്യനെ കാലാവസ്ഥയിൽ നിന്നും സംരക്ഷിക്കുകയും അവനൊരു അലങ്കാരമാവുകയും ചെയ്യുന്നുവോ അതുപോലെ തഖ്വയാകുന്ന വസ്ത്രം മനുഷ്യനെ തിന്മകളിൽ നിന്നും അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ തഖ്വയാകുന്ന വസ്ത്രത്തിലാണ് ഇസ്ലാം പ്രത്യേകമായ ഊന്നൽ നൽകിയിരിക്കുന്നത്. ഇതിലൂടെ ലജ്ജാശീലത്തെ കാത്തു സൂക്ഷിക്കുക എന്നതുകൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ലജ്ജാശീലം എന്നുള്ളത് സ്ത്രീ പുരുഷ ഭേദമന്യേ മനുഷ്യ ശരീരത്തിൽ പ്രകൃതിദത്തമായി ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അത് മനുഷ്യൻ്റെ ആന്തരികവും അതുപോലെ തന്നെ ബാഹ്യവുമായ പരിശുദ്ധിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മോഡസ്റ്റായിട്ടുള്ള വസ്ത്രധാരണ രീതി എന്നുള്ളത് ഇസ്ലാം മാത്രം കൊണ്ടുവന്ന ഒന്നല്ല, മറിച്ച് മറ്റു സംസ്കാരങ്ങളിലും മതങ്ങളിലും സമുദായങ്ങളിലും ഒക്കെ ഇത് ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ അത് പല രീതികളിലാണെന്ന് മാത്രം. ഇസ്ലാം അതിന് ഉന്നതമായൊരു നിലവാരം കൊണ്ടുവന്നു എന്നതാണ് വാസ്തവം. ഇവിടെ നൂരിയ സാഹിബ പറഞ്ഞ പോലെ തന്നെ വസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം തുണി എന്നതിൽ മാത്രം ചുരുങ്ങുന്ന ഒന്നല്ല, മറിച്ച് തഖ്വയാകുന്ന ഒരു ആന്തരിക വസ്ത്രം എന്നും കൂടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇസ്ലാമിൽ മാത്രമല്ല ഇതര സംസ്കാരങ്ങളിലും മാന്യമായ വസ്ത്രധാരണ രീതി ഉണ്ട് എന്നിവിടെ പറയുകയുണ്ടായി. നാഫിയ സാഹിബ, ഇതിനെക്കുറിച്ച്, അതായത് മറ്റ് സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന മോഡസ്റ്റായ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് വിവരിക്കാമോ? പുരാതന അസീറിയൻ, ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളിലെല്ലാം തന്നെ
ഒരു മാന്യമായ വസ്ത്രരീതി, അതായത് ശിരോവസ്ത്രങ്ങൾ, വലിയ തരത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ചിരുന്നതായി കാണാവുന്നതാണ്. സമൂഹത്തിലെ ഉന്നത കുലരായിട്ടുള്ളവർക്ക് മാത്രമേ അക്കാലത്ത് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ. പുരാതന ഗ്രീക്ക് സംസ്കാരത്തിൽ അവിടുത്തെ എലീറ്റ് സ്ത്രീകൾ, അതായത് സമൂഹത്തിലെ ഉന്നത പദവിയിലുണ്ടായിരുന്ന സ്ത്രീകൾ ശിരോവസ്ത്രം ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. കൂടാതെ നീളമുള്ള ഗൗൺ പോലത്തെ വസ്ത്രങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ പൊതുസ്ഥലത്ത് തലയും മുഖവും മറക്കുന്ന രീതിയും സാധാരണമായിരുന്നു. മറ്റൊന്ന്, റോമൻ സംസ്കാരത്തിൽ അവിടെ സ്റ്റോള എന്ന മുഴുനീളൻ വസ്ത്രവും ശിരോവസ്ത്രവുമാണ് ഉണ്ടായിരുന്നത്. ഇതും സമൂഹത്തിലെ ഉന്നത കുലരായിട്ടുള്ളവർക്ക് മാത്രമേ ധരിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. ഈ ഷാളിൻ്റെ വലിപ്പം അവരുടെ സമ്പത്തിനെ സൂചിപ്പിച്ചിരുന്നു. ഇനി പാശ്ചാത്യ രാജ്യമായ ഫ്രാൻസ് ഇപ്പോൾ ഹിജാബിനും ബുർക്കയ്ക്കുമെതിരെ ഇത്രയേറെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഈയൊരു രാജ്യത്ത് മിഡിൽ ഏജ് മുതൽ 1960 വരെ ശിരോവസ്ത്രം എന്നത് ഒരു സാധാരണ വസ്ത്രരീതിയുടെ ഭാഗമായിരുന്നു. ഇനി കേരളത്തിൽ നിലനിന്നിരുന്ന സംസ്കാരത്തിലേക്ക് വരുമ്പോഴും അവിടെയും ഉയർന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മാത്രമേ ശരീരം മുഴുവൻ മറയ്ക്കാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ. ഇവിടെ കുറഞ്ഞ വസ്ത്രം ധരിക്കുന്ന അല്ലെങ്കിൽ കുറഞ്ഞ വസ്ത്രരീതി ഒരു താഴ്ന്ന ചിന്താഗതിയായിട്ടാണ് പൊതുവെ പ്രാചീന സമൂഹം നോക്കിക്കണ്ടിരുന്നത്. ജസാക്കുമല്ല. ഫർദ് നിലനിന്നിരുന്ന സമൂഹങ്ങളിലൊക്കെയും അതൊരു സ്ത്രീയുടെ മാന്യതയുടെയും സമൂഹത്തിൻ്റെ അന്തസ്സിൻ്റെയും ഉന്നത പദവിയുടെയും ലക്ഷണമായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. മറ്റ് സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന മാന്യമായ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് മറ്റ് മതങ്ങളിലെ പർദ്ദയെക്കുറിച്ച് നോക്കാം. സാംസ്കാരികവും സാമൂഹികവും അല്ലാതെ തന്നെ വിവിധ മതങ്ങളിലും പർദ്ദയുടെ നിഴലാട്ടം പല മതഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ അവരുടെ പരമ്പരാഗത വായനകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഹൈന്ദവ ദർശനങ്ങളിൽ നോക്കുകയാണെങ്കിൽ മഹാവീർ ചരിത്ര നിയമം 2 പേജ് 71 പരശുറാം വരുമ്പോൾ രാമൻ തൻ്റെ ഭാര്യ സീതയോട് പറയുന്നത് ദയവായി നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുക, ശിരോവസ്ത്രം ധരിക്കുക എന്നാണ്. അതുപോലെ തന്നെ മഹാഭാരതത്തിൽ പറയുന്നു, കണ്വ മഹർഷിയുടെ ശിഷ്യരോടൊപ്പം ഭർതൃകൊട്ടാരത്തിൽ ദുഷ്യന്തൻ്റെ മുമ്പിലെത്തിയ ശകുന്തളയെ ദുഷ്യന്ത മഹാരാജാവ് തിരിച്ചറിയുന്നില്ല. തദവസരത്തിൽ കൂടെയുണ്ടായിരുന്ന ഒരു സന്യാസിനി മാതാവ് ശകുന്തളയോട് ഇപ്രകാരം പറയുകയുണ്ടായി, അതായത് മകളെ, നീ നിൻ്റെ മുഖപടം മാറ്റുക, നിൻ്റെ മുഖം കണ്ടാലെങ്കിലും നിൻ്റെ ഭർത്താവ് നിന്നെ തിരിച്ചറിയുമോ എന്ന് നോക്കാം. ഇവിടെ മുഖം മറക്കുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിക്കുന്ന ഒരു രീതി അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ പ്രാവർത്തിക രൂപം സംബന്ധിച്ച് നോക്കുമ്പോൾ മുഖപടത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇന്നും കാണപ്പെടുന്നുണ്ട്. വീട്ടിലെ മുതിർന്ന ആളുകളുടെ മുമ്പിൽ ബഹുമാന സൂചകമായി മുഖം മറയ്ക്കുന്ന രീതി അഥവാ ഗൂങ്കട്ട് ആചാരം ഇപ്പോഴും കണ്ടുവരുന്നു. അതുപോലെ തന്നെ മുഗൾ ചക്രവർത്തിയുമായി സൗഹൃദ സംഭാഷണത്തിന് പ്രത്യക്ഷപ്പെടാൻ മടിച്ച റാണി പത്മിനി കണ്ണാടിയിലെ പ്രതിച്ഛായ വഴി സംഭാഷണം നടത്തിയത് സമീപകാല ചരിത്രം. സമാനമായ പാഠങ്ങൾ ക്രിസ്തുമതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അതായത് സങ്കീർത്തനം 24, 64, 65 ഭാഗത്ത് ഇങ്ങനെ വന്നിരിക്കുന്നു. പുലർക്കാലത്ത് തൻ്റെ വയലിലൂടെ സഞ്ചരിച്ച റബേക്ക ഒരു പുരുഷൻ നടന്നു വരുന്നത് കാണുകയും അതാരെന്ന് തോഴിയോട് ആരായുകയും ചെയ്തു. അവൾ മറുപടി നൽകി, അതെൻ്റെ യജമാനനായ ഇസ്ഹാക്ക്. അപ്പോൾ അവൾ ഒരു പുതപ്പെടുത്ത് തന്നെ മൂടി മറച്ചു. കൂടാതെ ഒരു പ്രീസ്റ്റ്, കന്യാസ്ത്രീ ഇവരെല്ലാം ധരിക്കുന്ന വസ്ത്രം വിനയത്തിൻ്റെ അല്ലെങ്കിൽ മാന്യതയുടെയും വസ്ത്രമായിട്ട് നമുക്ക് കണക്കാക്കാം. കന്യാമറിയത്തെയും മദർ തെരേസയെയും ഒക്കെ തലമറച്ച് പർദ്ദയിലല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതുപോലെ തന്നെ മോഡസ്റ്റ് ആയിട്ടുള്ള വസ്ത്രധാരണ രീതി സിഖ് മതാചാരത്തിലും അവർ ടേബൻ അല്ലെങ്കിൽ പകടി ധരിക്കുന്നതായി നമുക്ക് കാണാം. സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ ആരാധനാലയങ്ങളിലൊക്കെ തലമറയ്ക്കുന്നു. ജൂതമതത്തിലും ബുദ്ധമതത്തിലുമൊക്കെ അവരുടേതായ രീതിയിലുള്ള മോഡസ്റ്റ് ആയിട്ടുള്ള വസ്ത്രധാരണ രീതി കണ്ടിട്ടുണ്ട്. ജസാക്കുമുള്ള. എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ കാലങ്ങളിലും മാന്യമായ വസ്ത്രധാരണ രീതി നിലനിന്നിരുന്നുവെന്ന് ഇവിടെ നമ്മുടെ 2 പാനലിസ്റ്റും വിവരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്തതായി ഇസ്ലാം മതത്തിൽ എന്താണ് ഈ ഒരു ആശയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ ഖുർആനിലെ പർദ്ദയെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് നാഫിയ സാഹിബിൽ നിന്ന് കേൾക്കാം. എല്ലാ കാര്യങ്ങളിലും മിതത്വം പുലർത്താനും അതുപോലെ തന്നെ അമിതത്വം ഒഴിവാക്കാനും വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട്. പർദ്ദയുടെ കാര്യത്തിലും നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. ഇസ്ലാമിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ പർദ്ദ ആചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറ നൂറിലെ 31-ാം വചനത്തിൽ
അള്ളാഹു പുരുഷന്മാരോട് ഇപ്രകാരം പറയുന്നു. അതായത് സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയുക, അവർ തങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുകയും തങ്ങളുടെ രഹസ്യഭാഗങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു കൊള്ളട്ടെ. അത് അവർക്ക് ഏറ്റവും പരിശുദ്ധമായ മാർഗമാണ്. അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഇവിടെ സത്യവിശ്വാസികളായ പുരുഷന്മാരോട് തങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുക അഥവാ തങ്ങളുടെ നോട്ടത്തെ നിയന്ത്രിക്കാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അതിനർത്ഥം അവർ സ്ത്രീകളെ ദുരുദ്ദേശത്തോടു കൂടി നോക്കരുത് എന്നും എല്ലാവിധ അനാവശ്യ ചിന്തകളിൽ നിന്നും തങ്ങളുടെ മനസ്സും ഹൃദയവും ശുദ്ധമാക്കി വെക്കണം എന്നുമാണ്. ഇതാണ് ഇസ്ലാമിൽ പുരുഷന്മാർക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള പർദ്ദ. തുടർന്ന് 32-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസിനികളോട് പറയുക, അവർ തങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുകയും അവരുടെ രഹസ്യഭാഗങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു കൊള്ളട്ടെ. അവരുടെ സൗന്ദര്യം അവർ വെളിപ്പെടുത്തരുത്, അതിൽ നിന്ന് സ്വയം വെളിപ്പെട്ടു പോകുന്നതല്ലാതെ. അവർ തങ്ങളുടെ ശിരോവസ്ത്രം കൊണ്ട് തങ്ങളുടെ മാറിടത്തിന്മേൽ താഴ്ത്തിയിട്ട് മാടി പുതയ്ക്കേണ്ടതാണ്. ഇവിടെ സ്വയം വെളിപ്പെടുന്ന സൗന്ദര്യം, അതായത് ഒരു വ്യക്തിയുടെ തടി, ആകാരം, വണ്ണം, ശോഷിപ്പ്, നടത്തം മുതലായ കാര്യങ്ങൾ നമുക്കൊരിക്കലും മറച്ചു വെക്കാൻ പറ്റാത്തതാണ്. ഈ പരിശുദ്ധ വചനങ്ങൾക്ക് വ്യാഖ്യാനം നൽകിക്കൊണ്ട് അഹമ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപകൻ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം പറയുന്നു, ഖുർആൻ മുസ്ലിം സ്ത്രീയും പുരുഷനും തങ്ങളുടെ നേത്രങ്ങളെ നിയന്ത്രിക്കുവാനുള്ള നിർദ്ദേശം നൽകുന്നു. പരസ്പരം കാണുന്നില്ലെങ്കിൽ സുരക്ഷിതമായിരിക്കുന്നതാണ്. ദൃഷ്ടി എന്നത് ശാരീരിക വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിന് കാരണമാകുന്നു. മൽഫൂസാത്ത് വാള്യം 1 പേജ് 297. ദൃഷ്ടികളെ നിയന്ത്രിക്കുക എന്നതാണ് ഇസ്ലാമിക പർദ്ദയുടെ ആത്മാവ്. മറ്റൊരിടത്ത് സ്ത്രീകൾ പുറത്തിറങ്ങുന്ന അവസരത്തിൽ തങ്ങളുടെ ശിരോവസ്ത്രം കൊണ്ട് തല മുതൽ ശരീരം മുഴുവൻ മാടി പുതയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൂറ അഹ്സാബിൽ 60-ാം വചനത്തിൽ അള്ളാഹു ഇപ്രകാരം പറയുന്നു. അതായത്, ഓ നബി, നിന്റെ ഭാര്യമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ പുറത്തിറങ്ങുമ്പോൾ അവരുടെ മേൽവസ്ത്രങ്ങൾ തങ്ങളുടെ ശരീരങ്ങളിൽ മേൽ മൂടി പുതയ്ക്കേണ്ടതാണെന്ന് പറയുക. അവരെ തിരിച്ചറിയുന്നതിനും അങ്ങനെ അവരെ ആരും ശല്യപ്പെടുത്താതിരിക്കുന്നതിനും ഏറ്റവും ഉപയുക്തമായ മാർഗമാണിത്. ഇവിടെയും സ്പഷ്ടമാകുന്നത് സ്ത്രീകൾ തങ്ങളുടെ സൗന്ദര്യം മറച്ചുവെക്കുക എന്ന് തന്നെയാണ്. പർദ്ദയെക്കുറിച്ച് വളരെ വ്യക്തമായ പാഠങ്ങളാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ജസാക്കുമുള്ള. വിശുദ്ധ ഖുർആനിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇസ്ലാമിക പർദ്ദ സ്ത്രീകളിൽ മാത്രം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന ഒന്നല്ല, മറിച്ച് പുരുഷന്മാരിലും നിലനിൽക്കുന്ന ഒരു വസ്തുതയാണെന്നാണ്. ചിലരുടെയൊക്കെ സംക്ഷിപ്ത താല്പര്യങ്ങളാണ് പർദ്ദ എന്നത് സ്ത്രീകളിൽ മാത്രം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നാണെന്ന് വരുത്തുന്നത്. ഇവിടെ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ പഠനങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് പർദ്ദ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്ന ഒരു സമൂഹം പരിഷ്കൃതമാവുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് പറയുന്നതിന് മുൻപേ അള്ളാഹു പുരുഷന്മാരോട് അവരുടെ ദൃഷ്ടി കീഴ്പോട്ടാക്കാനും അതിലൂടെ മാന്യമായ ഒരു ജീവിതം നയിക്കാനുമാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ പർദ്ദയെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്കിവിടെ വ്യക്തമായി. എന്നാൽ നൂരിയ സാഹിബ, പർദ്ദ എന്നുള്ളൊരു വാക്ക് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണത്തിന് എന്ത് മറുപടിയാണ് നമുക്ക് നൽകാൻ സാധിക്കുക? യഥാർത്ഥത്തിൽ പർദ്ദ എന്നത് ഒരു വസ്ത്രം എന്നതിലുപരി ഒരാശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. പർദ്ദ എന്നത് പേർഷ്യൻ ഒറിജിൻ ആയിട്ടുള്ള വാക്കാണ്. ഉറുദു ഭാഷയിലും ഇത് ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം. കേട്ടൻ, മറ എന്നൊക്കെയാണ് ഇതിനർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ അറബി ഭാഷയിൽ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ ഇത്തരം ഒരു പദപ്രയോഗം, അതായത് ഈ പർദ്ദ എന്നുള്ള പദപ്രയോഗം ഉണ്ടാവുക എന്നത് സംഭവ്യമല്ല. എന്നാൽ ഹിജാബ് എന്നത് അറബി വാക്കാണ്. വിശുദ്ധ ഖുർആനിൽ അത് ഉപയോഗിച്ചിട്ടുമുണ്ട്. മറ എന്നാണ് ഇതിനർത്ഥം വരുന്നത്. എന്നിരിക്കെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞ അവസരത്തിൽ വിശുദ്ധ ഖുർആൻ സൂറ നൂറിലെ 32-ാം വചനത്തിൽ ഹ മീം റ എന്നീ 3 അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഹുമർ എന്ന പദപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. ബി ഹുമിരിഹിന്ന, അതായത് ശിരോവസ്ത്രം അല്ലെങ്കിൽ വലിയ തട്ടം എന്നൊക്കെയാണ് ഇവിടെ ഇതിനർത്ഥം വരുന്നത്. മറ്റൊരിടത്ത് സൂറ അഹ്സാബിലെ 60-ാം വചനത്തിൽ മിൻ ജലാബീബിഹിന്ന, ജലാബീബ് എന്നുള്ളതും ശിരോവസ്ത്രം അല്ലെങ്കിൽ വലിയ തട്ടം എന്നുള്ള അർത്ഥം വരുന്ന ഒരു പദമാണ്. ഇനി നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കാലാകാലങ്ങളായി വ്യത്യസ്ത വിഭാഗങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രവിധാനങ്ങൾ ഉപയോഗിച്ച് പോന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അറബി സ്ത്രീകളുടെ അബായ, മലേഷ്യൻ സ്ത്രീകളുടെ കെരിഡങ്ക്, ഈസ്റ്റ് ആഫ്രിക്കക്കാരുടെ ബുയ്, പാകിസ്ഥാൻകാരുടെ നിക്കാബ് തുടങ്ങിയവയൊക്കെ. ഇനി ഈ അറേബ്യൻ വസ്ത്രരീതിയൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് തന്നെ അവിടുത്തെ ആളുകൾ ഉപയോഗിച്ച് പോന്നിരുന്നു.
അത് അവിടുത്തെ കാലാവസ്ഥ, അതായത് ആ മണൽക്കാറ്റിൽ നിന്നൊക്കെ സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ഉപയോഗിച്ചു പോന്നിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ അവർ ചാദർ അല്ലെങ്കിൽ വലിയ ഷാൾ ഉപയോഗിച്ച് ശരീരം മൂടിപ്പൊതിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഇനി മലബാർ ഏരിയയിൽ നമ്പൂതിരി സ്ത്രീകളിൽ നിലനിന്നിരുന്ന മറക്കുടയും ഒരു തരം പർദ്ദാനുഷ്ഠാനമായിരുന്നു. ഇവിടെയെല്ലാം പർദ്ദ ഒരു ആശയത്തെ തന്നെ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുന്നതാണ്. എന്നാൽ 7-ാം നൂറ്റാണ്ടിൽ ഇറാഖിൽ മുസ്ലിം അധിനിവേശം വന്ന സമയത്ത്, അതായത് മുസ്ലിം മതവിശ്വാസം വന്ന സമയത്ത് അവിടെ പേർഷ്യയിൽ കണ്ടിരുന്ന വസ്ത്രധാരണ രീതി ഈ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിനോട് യോജിക്കുന്നതാണെന്ന് കാണുകയും അങ്ങനെ മുസ്ലിങ്ങൾ അതിനെ കടമെടുക്കുകയുമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. പർദ്ദയുടെ സത്ത വിവരിച്ചു തന്നതിന് നന്ദി. ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇസ്ലാം മാത്രം കൊണ്ടുവന്ന ഒരു സമ്പ്രദായമല്ല പർദ്ദ, മറിച്ച് ഇസ്ലാം അതിനെ ഉന്നത ലക്ഷ്യങ്ങളിലൂടെ ഒരു പരിപൂർണതയിൽ എത്തിച്ചു എന്നതാണ്. അതിനോടൊപ്പം അന്യ സംസ്കാരങ്ങളിലെയും മതങ്ങളിലെയും മാന്യമായ വസ്ത്രധാരണ രീതിയെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിച്ചു. ഈ കാര്യങ്ങളിൽ വ്യക്തത കൊണ്ടുവന്ന നമ്മുടെ പാനലിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ജസാക്കുമുല്ലാ വഹസനൽ ജസാ. ഈ വിഷയം സംബന്ധമായി കാലത്തിൻ്റെ ഇമാം ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി സമർപ്പിക്കുകയാണ്. പറയുന്നു, ഇസ്ലാമിക പർദ്ദ എന്നാൽ ഒരിക്കലും സ്ത്രീകളെ ജയിലിൽ എന്ന പോലെ അടച്ചിടുകയല്ല. പരിശുദ്ധ ഖുർആൻ അർത്ഥമാക്കുന്നത് സ്ത്രീകൾ മറവെക്കണമെന്നാണ്. അവർ അന്യപുരുഷന്മാരെ കാണരുത്. പുറത്തു പോകേണ്ട അവസ്ഥ വന്നാൽ സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് വിലക്കില്ല. തീർച്ചയായും പോകേണ്ടതാണ്. എന്നാൽ കണ്ണിൻ്റെ പർദ്ദ അനിവാര്യമാണ്. മൽഫൂസാത്ത് വാള്യൂം 1 പേജ് 403. പർദ്ദ എന്ന വിഷയത്തെക്കുറിച്ച് ഈ പരിപാടിയുടെ വരും എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച തുടരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.